റൈറ്റ് അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേം ഇസ് 100. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 4 ആണോ ടൈപ്പ് 5 ആണോ എന്തായാലും ഏതൊരു ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ടേം ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ സം ഓഫ് ദാറ്റ് സീക്വൻസ് എന്തായിരിക്കും? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ചെയ്താൽ എന്ത് കിട്ടും? സമ്മ് കിട്ടും. അതേപോലെ നമ്പർ ഓഫ് ടേം ഇവൻ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നമ്പർ ഓഫ് ടേം ഈവൻ നമ്പർ ആണ്, അതായത് പദങ്ങളുടെ എണ്ണം ഇനി ഇരട്ട സംഖ്യ ആണ് എന്നുണ്ടെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയർ. അതായത് എന്തായാലും ഇപ്പം സപ്പോസ് 4 ടേം ഉള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. 1 2 3 4. ഇതിൽ എത്ര പേരുണ്ടാവും? 1 2 1 2 2 പേരുണ്ടാവും. ഒരു പേര് പറഞ്ഞാൽ ഒരു ജോഡി. അപ്പോൾ ഇവിടെ 2 പേരുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ 2 സം ഓഫ് വൺ പെയർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെയറിന്റെ സം എന്തോ അത് ഇവിടെ ഇടുക. പിന്നെ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ആൻസർ. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റൈറ്റ് ഫോർ അരിത്മെറ്റിക് സീക്വൻസ്. ഏതെങ്കിലും ഒരു സീക്വൻസ് എഴുതിയാൽ മതി. സം ഓഫ് ദ ഫസ്റ്റ് 4 ടേം, അത് 1 2 3 4. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 100 കിട്ടണം. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് 100 കിട്ടണം എന്നാണ് പറയുന്നത്. സോ നമ്പർ ഓഫ് ടേം ഇവിടെ നമുക്കറിയാം എന്താണ്? 4 ആണ്. 4 എന്താണ്? നമ്പർ ഓഫ് ടേം ഈസ് ഈക്വൽ ടു 4. 4 എന്താണ്? ഈവൻ ആണ്. ഈവൻ ആവുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ സമ്മ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. സോ ഇവിടെ നമ്പർ ഓഫ് പെയർ സമ്മ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? 100 ആണ്. നമ്പർ ഓഫ് പെയർ എന്തായാലും 4 നമ്പർ ഉള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 2 പെയർ ആയിരിക്കും ഉണ്ടാവുക. സം ഓഫ് വൺ പെയർ അതാണ് നമുക്ക് കാണേണ്ടത്. സം ഓഫ് വൺ പെയർ എന്തായാലും എന്തായിരിക്കും? 100 ഡിവൈഡഡ് ബൈ 250. സം ഓഫ് വൺ പെയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു 4 അരിത്മെറ്റിക് സീക്വൻസ് ഇതാണ്. സോ ഫസ്റ്റത്തെ എക്സാമ്പിൾ ആയിട്ട് 1 2 3 4 ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 4 പദങ്ങളാണ് ഇതെന്ന് വിചാരിക്കുക. 4 ടേംസ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ്? ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത് 50 ആണ്. സപ്പോസ് ഞാൻ ഇവിടെ 20 ഇവിടെ 30 എന്നെടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ എന്താ? സമ്മ് 50 ആണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഡി എന്താണ്? 10 ആണ്. അപ്പം ഇനി ഡി ഒരു 10 വലത്തോട്ട് കൂട്ടി കൊടുക്കുക. ഒരു 10 ഇവിടെ കൂട്ടി കൊടുക്കുമ്പോൾ 40 വരും. ഒരു 10 ഇവിടെ കുറച്ച് കൊടുക്കുമ്പോൾ ഇവിടെ 10 വരും. ഇതാണ് ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ്. ഇതേപോലെ ഒരു 2 നമ്പർ ഇനി കൺസിഡർ ചെയ്യുക. ഇവിടെ എന്താക്കുക? ഇവിടെ ഒരു നമ്പർ കുറച്ച് കൊടുക്കുക, ഇവിടെ ഒരു നമ്പർ കൂട്ടി കൊടുക്കുക. അപ്പോൾ 21 29 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും 21 29 മൈനസ് 21 പറഞ്ഞ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ 8 ആയിരിക്കും അല്ലേ? 8. അപ്പോൾ ഈ 8 ഇവിടെ കൂട്ടി കൊടുക്കുക. 29 8 കൂട്ടിയ 37. 21 8 കുറച്ചാൽ ഇവിടെ എത്ര വരാം? 13. അതേപോലെ മൂന്നാമത്തെ ഒരു സീക്വൻസ് ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നടുവിലെ ടേം ഏതെങ്കിലും ഒരു 28 ഇവിടെ അപ്പോൾ എന്ത് വരും? 22 വരും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും എന്താണ്? 28 നിന്ന് 22 കുറച്ച 6. ഒരു 6 ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 34. ഒരു 6 ഇങ്ങോട്ട് കുറച്ച് കൊടുക്കുക. അപ്പോൾ 16. നാലാമത്തെ എക്സാമ്പിൾ 28 ഇവിടെ 27 ഇവിടെ 23. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്കറിയാം എന്താണ്? 27 23 കുറച്ച് കഴിഞ്ഞാൽ 4 ആയിരിക്കും ഇവിടെ വരിക. ഒരു 4 ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 31. ഒരു 4 ഇങ്ങോട്ട് കുറച്ച് കൊടുക്കുക. അപ്പോൾ 19.
സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ഇങ്ങനെയാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമാണ്. നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ 4 6 2 അങ്ങനത്തെ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ എന്താക്കുക, സം എന്ന് പറയുന്നത് സം ഓഫ് വൺ പെയർ, നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഇത് ചെയ്താൽ മനസ്സിലാവും. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് the first term of an arithmetic sequence is 5 and the sum of first 6 term is 105. Calculate the 6 terms of the sequence. ഒരു സമാന്തര ശ്രേണിയിലെ ഫസ്റ്റ് ടേം ഒന്നാം പദം 5, ഫസ്റ്റ് ടേം 5, മറ്റേ സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേം, അതായത് 6 പദങ്ങളുടെ തുക 105 ആയാൽ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേം. 6 പദങ്ങൾ കാണാനാണ് നമ്മളോട് പറയുന്നത്. സോ ഇത് വെച്ച് നമുക്ക് അറിയാം സം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഇതേപോലെ ഈ സമ്മ് കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് n/2 ഇൻറ്റു x1 പ്ലസ് x ലാസ്റ്റ്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്തറിയാം, 6 പദങ്ങളുടെ തുക അറിയാം. ഇപ്പൊ n/2 എന്നുള്ളിടത്ത് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എ എന്നുള്ളിടത്ത് ചില ആൾക്കാർ എ ഇടും, ചില ആൾക്കാർ എഫ് ഇടും, ചില ആൾക്കാർ x1 ഇടും. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് x ആണ്. അപ്പം ഇവിടെ n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. സോ 6 പദങ്ങളുടെ തുക നമുക്കറിയാം എത്രയാ, 105. അപ്പം S6 ഈക്വൽ ടു n/2 6/2 ഇൻറ്റു 2 ഇൻറ്റു x1 2 ഇൻറ്റു 5 പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 5 - 1, അപ്പം 6 - 1 5 ഇൻറ്റു d. S6 നമുക്കറിയാം 105 ഈക്വൽ ടു 3 ഇൻറ്റു 10 പ്ലസ് 5d. 105 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു പ്ലസ് 5d. ഇങ്ങനെ വരുമ്പോൾ 105 ഡിവൈഡ് ബൈ 3 എത്ര, ഇവിടെ തന്നെ ചെയ്യാം. 105 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 35 ആണ്. 105 ഡിവൈഡ് ബൈ 3 35 ആണ്. 35 10 പ്ലസ് 5d. ഇനി 10 ഇങ്ങോട്ട് വരുമ്പോൾ 25 ഈക്വൽ ടു 5d. അപ്പോൾ d ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് കിട്ടി, എന്താണ്, 5 ആണ്. ഇത് വെച്ച് നമുക്ക് സീക്വൻസ് എഴുതാം അല്ലേ. x1 നമുക്കറിയാം എത്രയാ, 5. കോമൺ ഡിഫറൻസ് കിട്ടി 5. അപ്പം ടേംസ് എന്തായിരിക്കും, 5 10 50 20 25 30 35. ഓക്കെ, ഇങ്ങനെയാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ദ 7th and 8th ടേം, അതായത് 7ാം പദത്തിന്റെയും 8ാം പദത്തിന്റെയും തുക 50 ആണ് എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 40 ടേം. S40 എത്രയാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 14 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. അപ്പൊ ഇത് ഈസിയല്ലോ. സമ്മ് നമുക്ക് ഓൾറെഡി അറിയില്ല, പക്ഷെ നമ്പർ ഓഫ് പെയർ എത്രയാ, 14 പദങ്ങളുള്ളതെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പെയർ 7 ആയിരിക്കും അല്ലേ. 7 പെയർ 7 × 2 ആണ് 14. അപ്പൊ 7 പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്. അപ്പം 7 × 5 35 350 ആയിരിക്കും എന്ത്, S40. അതായത് 14 പദങ്ങളുടെ തുക 350 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് പെടാതായ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, എല്ലാം ഒരേ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് 3 ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൻ ബിലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, x1 ഈക്വൽ ടു 30. ഫസ്റ്റ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 3 ടേം, അതായത് ഫസ്റ്റ് 3 ടേം S3 തന്നിട്ടുണ്ട് 300 ആണ്. അപ്പം 3 ടേം എന്ന് പറയുമ്പോൾ 3 എന്താണ്, ഓഡ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ സം എന്ന് പറയുന്നാൽ എന്താണ്, മിഡിൽ
ഇൻറ്റു നമ്പർ ഓഫ് ടേം. മിഡിൽ ടേം നമുക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം എന്ന് പറയുമ്പം 1 2 3 ഈ x2 എന്ന് പറയുന്നത് x2 ഇൻറ്റു നമ്പർ ഓഫ് ടേം 3 സം 300. അപ്പം x2 എന്ന് പറയുന്നത് 100 ആയിരിക്കും. 300 3 ഡിവൈഡ് ചെയ്താൽ 100 ആയിരിക്കും മിഡിൽ ടേം കിട്ടുക. അപ്പം x1 കിട്ടി 30 ആണ്, x2 കിട്ടി 100 ആണ്. അപ്പം d കിട്ടും എന്താണ് 100 മൈനസ് 30 ഈക്വൽ ടു 70. അപ്പം 30, 100, ഇതിന്ന് 70 കൂട്ടുമ്പോൾ 170 ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 30. രണ്ടാമത്തെ ക്വസ്റ്റ്യന് വീണ്ടും x1 ഈക്വൽ ടു 30, പിന്നെ സം ഓഫ് 4 ടേം S4 എന്ന് പറയുന്നത് 300 ആണ്. ഈ 4 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിന്റെ സമ്മ് കാണാൻ എന്താണ്? നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. അപ്പം നമ്പർ ഓഫ് പെയർ 4 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിൽ നമ്പർ ഓഫ് പെയർ 2 ആണെന്ന് അറിയാം, സമ്മ് 300 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് കാണേണ്ടത് സം ഓഫ് 1 പെയർ. അപ്പോൾ 300 ഡിവൈഡ് ബൈ 2 150 ആയിരിക്കും ഒരു പെയറിന്റെ തുക, സം ഓഫ് 1 പെയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x1 x2 x3 x4 ഇതാണ് നമ്മുടെ ടേംസ്. സോ ഇവിടെ സപ്പോസ് ഈ 2 ടേമിന്റെ തുകയാണ് 150, അതേപോലെ ഈ 2 ടേമിന്റെ തുകയാണ് 150 എന്നുണ്ടെങ്കിൽ x1 പ്ലസ് x4 150 ആണ് എന്നുണ്ടെങ്കിൽ x1 പ്ലസ് x4 150 ആണ് എന്നുണ്ടെങ്കിൽ x1 നമുക്ക് ഓൾറെഡി അറിയാം 30 പ്ലസ് x4 എന്തായിരിക്കും? 150 മൈനസ് 30 ചെയ്താൽ 120 ആയിരിക്കും ആൻസർ കിട്ടുക. സോ ഇവിടെ 30 കിട്ടി, ഇവിടെ 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്തായിരിക്കും? ഈ നമ്പർ കാണാൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സമ്മിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക n/2 Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇത് വെച്ച് കോമൺ ഡിഫറൻസ് കാണാം. S4 എന്ന് പറയുന്നത് എത്ര? 4/2 ഇൻറ്റു 2 ഇൻറ്റു x1 ആണ്. a എന്ന് പറയുന്നത് x1 ആണ്. 2 ഇൻറ്റു ഫസ്റ്റ് ടേം 30 പ്ലസ് n-1 3 ഇൻറ്റു d. അപ്പം 4 പദങ്ങളുടെ തുക നമുക്കറിയാം എത്രയാണ്? 300 ആണ്. 260 പ്ലസ് 3d 150. ഈ രണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ 150. 300 ഡിവൈഡ് ബൈ 2 60 പ്ലസ് 3d. 150 60 കുറയ്ക്കുമ്പോൾ എത്ര വരും? 90 ഈക്വൽ ടു 3d. അപ്പം ഈ 90 3 ഡിവൈഡ് ചെയ്യുമ്പോൾ d ഈക്വൽ ടു 3. ഓക്കെ, സോ ആദ്യ പദം കിട്ടിയിരിക്കണേ കോമൺ ഡിഫറൻസ് അറിയാം 30 ആണ്. അപ്പോൾ ഇവിടെ 60 വരും. ഇവിടെ 30 കൂടുമ്പോൾ ഇവിടെ 90 വരും. ഇവിടെ 120 വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ടേം ഈസ് 30. വീണ്ടും ഫസ്റ്റ് ടേം 30 ആണ്. പിന്നെന്താണ് തന്നിട്ടുള്ളത്? ഫസ്റ്റ് ടേം 30. ഫസ്റ്റ് 5 സം ഓഫ് ഫസ്റ്റ് 5 ടേം ഈസ് 300. S5 300 ആണ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ ആണ്. സോ സം ഈസ് ഈക്വൽ ടു മിഡിൽ ഇൻറ്റു നമ്പർ ഓഫ് ടേം. വീണ്ടും ഇത് എഴുതുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. സോ സമ്മ് 300 ആണ്. മിഡിൽ ടേം നമുക്ക് അറിയില്ല. മിഡിൽ ടേം 5 പദങ്ങളുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് മിഡിൽ ടേം എന്തായിരിക്കും? x3 ആയിരിക്കും. അപ്പം മിഡിൽ ടേം x3 ഇൻറ്റു നമ്പർ ഓഫ് ടേം 5. 300 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x3 300 ഡിവൈഡ് ബൈ 5 ഡിവൈഡ് ബൈ 5 60 വരും.
60 വരും. സോ ഇവിടെ എന്ത് കിട്ടും? 60 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? സമ്മ് കിട്ടാൻ. സമ്മ് നമുക്കറിയാം. അറിയാം. ഫസ്റ്റ് ടേം അറിയാം. ഫസ്റ്റ് ടേം 30 അപ്പോൾ ഈ x2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? x2 കിട്ടാൻ എന്ത് ചെയ്താൽ 30-60 എന്നായി. അങ്ങനെ ആകുമ്പോൾ x2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? b = a + c/2 വെച്ച് രണ്ടാം പദം കാണാം. അപ്പം 30 + 60/2 90/2 45 രണ്ടാം പദം. അപ്പം 30 ഇവിടെ 90 വരും. 45 വരും. 45 60. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ? 15 ആയിരിക്കും കോമൺ ഡിഫറൻസ്. 15 ആയിരിക്കും കോമൺ ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ നമ്മളെ പദങ്ങൾ എന്തായിരിക്കും? 30, 45, 60, 15 വീണ്ടും ആഡ് ചെയ്യുമ്പം 75, 90. ഇതായിരിക്കും അടുത്ത ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പദം ആദ്യത്തെ പദം 30ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300 ആയാൽ ഇത് ഈവൻ ആണ്. സം ഓഫ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5-6 പദങ്ങൾ എഴുതാനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ സം ഓഫ് 6 ടേം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ ആണ്. സം ഓഫ് 1 പെയർ ആണ്. അപ്പം നമ്പർ ഓഫ് പെയർ നമുക്കറിയാം. 6 പദങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പെയർ എത്രയാണ്? 3 ആയിരിക്കും. സം ഓഫ് 1 പെയർ നമുക്കറിയില്ല. അപ്പോൾ സം ഓഫ് 1 പെയർ സമ്മ് 300. അപ്പം 300/3 100 ആയിരിക്കും എന്ത്? സം ഓഫ് 1 പെയർ. 1 പെയർ കിട്ടി. 100 ആണ്. സപ്പോസ് 1 2 3 4 5 6 x1 + x6 ആണ് 100 എന്നുണ്ടെങ്കിൽ x1 നമുക്കറിയാം 30 ആണ്. x1 + x6 ആണ് 100 എന്നുണ്ടെങ്കിൽ x1 അറിയാം നമുക്ക് 30 ആണ് പ്ലസ് x6 100 ആണ് എന്നുണ്ടെങ്കിൽ x6 എന്തായിരിക്കും? 100 - 30 70 ആയിരിക്കും. ആറാം പദം 70 ആയിരിക്കും കിട്ടുക. ആറാം പദം 70 ആയിരിക്കും കിട്ടുക. സോ ഇത് വെച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. സോ കോമൺ ഡിഫറൻസ് കാണാൻ S6 = n/2 × 2a 2x1 + n-1 × d. ഈ ഇക്വേഷൻ വെച്ച് കാണാം. 6 പദങ്ങളുടെ തുക നമുക്ക് കിട്ടിയിട്ടുണ്ട് 300. 6/2 2 × ഫസ്റ്റ് ടേം എത്ര? ഫസ്റ്റ് ടേം 30. n-1 6 - 1 5. കോമൺ ഡിഫറൻസ് നമുക്കറിയില്ല. അപ്പോൾ d 3 60 5d. 300 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം 300/3 100 = 60 + 5d. 100 - 60 പറയുമ്പോൾ ഇവിടെ 40 = 5d. അപ്പോൾ d = 40/5 എത്ര വരും? 8 വരും. സോ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട് 30. 30നോട് 8 ആഡ് ചെയ്യുമ്പോൾ 38. 8 46 54 62 70. ഇതായിരിക്കും നമുക്ക് ആൻസർ വരിക. ഇവിടെ കണ്ടോ x6 ആദ്യമായി കിട്ടിയിട്ടുണ്ട് 70. അപ്പം ആൻസർ കറക്റ്റാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. നമ്പർ ഓഫ് ടേം ഓഡ് ആണെന്നുണ്ടെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. നമ്പർ ഓഫ് ടേം ഈവൻ നമ്പർ ആണ്. ഈ 6 4 2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ. ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി വീഡിയോ ഒക്കെ കണ്ട് കൂടെ നിന്ന് ചെയ്യുക. അപ്പം ബൈ.